കഴിഞ്ഞ ദിവസം കേരള PSC നടത്തിയൊരു പരീക്ഷയിലെ ചോദ്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം: ഇന്ത്യയിൽ ഭൗമതാപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം ഹിമാചൽ പ്രദേശിലെ മണികരനാണ്. ചോദ്യത്തിൻ്റെ സോഴ്സ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ലോകത്തിൻ്റെ നിറകയിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ചോദ്യമാണിത്. ഇത് പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. മണികരൻ ഹിമാചൽ പ്രദേശിലാണെന്നും ചൂട് നീരുറവകളിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്കെന്ന് അതിലേക്ക് നോക്കിയാലോ. ചൂട് നീരുറവകൾ രൂപപ്പെടുന്നങ്ങനെ കുറച്ച് ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ മഴവെള്ളം ഭൂമിയിലടിയിലേക്ക് വരുന്നു, അത് ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാകുന്നു. പിന്നെ ഈ ശിലാരൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് ചൂട് പിടിക്കും, ചൂട് നീരുറവകളായിട്ട് മാറുകയും ചെയ്യുന്നു. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചൂട് നീരുറവകൾ കാണാം. ഉദാഹരണത്തിന് നുബ്ര താഴ്വര, മണികരൻ, ഖീർഗംഗ. ചൂട് നീരുറവകളിൽ നിന്നുള്ള ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. കണ്ടോ, ഹിമാചൽ പ്രദേശിലെ മണികരൻ ചൂട് നീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.